ഹായ് SSC CGL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ 12th സെഷനാണിത്. നമ്മൾ അതിന് മുമ്പ് ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റിമൈനിങ് SSC CGLയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടിലേക്ക് പോകാം. സോ ഈ സെഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, റിലേറ്റഡ് ടു സ്പിയർ ആൻഡ് കോൺ ആണ് നമുക്കിവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ എ സോളിഡ് മെറ്റാലിക് സ്പിയർ ഓഫ് റേഡിയസ് 13 സെന്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ ടു എ കോൺ ഹാവിംഗ് ഡയമീറ്റർ ഓഫ് ദ ബേസ് ആസ് 13 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി എക്സാക്ട്ലി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഷിഫ്റ്റുകളിൽ കണ്ടിട്ടുണ്ട്. ഇതുവരെ നമ്മൾ വർക്കൗട്ട് ചെയ്ത ഒരുപാട് ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഇതേ സെയിം എക്സാക്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ്റെ വരുന്ന വ്യത്യാസം ഇത്രയേ ഉള്ളൂ. പലപ്പോഴും അത് രണ്ട് 3D ഒബ്ജക്ട്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഒന്നെങ്കിൽ സിലിണ്ടർ ആയിരിക്കും, അല്ലെങ്കിൽ കോൺ ആയിരിക്കും, അല്ലെങ്കിൽ സ്പിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഹെമിസ്പിയർ ആയിരിക്കും. ആൻഡ് രണ്ടെണ്ണം തമ്മിലുള്ള ഒരു വോളിയം കമ്പാരിസൺ ആൻഡ് അതുവഴി അവരുടെ റേഡിയസോ ഹൈറ്റോ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത്. സോ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ ഈ ഒരു സീജന്റെ പ്രീവിയസ് എക്സാം ഷിഫ്റ്റിൽ 2022 എക്സാമിലെ ഷിഫ്റ്റുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഇനി വരായിരിക്കുന്ന സെഷൻസിലും ബാക്കിയുള്ള ഷിഫ്റ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇതേപോലത്തെ എക്സാക്ട്ലി സെയിം ക്വസ്റ്റൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജും അതാണ്. ദാറ്റ് എങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് റിപ്പീറ്റഡ്ലി ബാക്കിയുള്ള ഒരു ചോദിച്ചിരിക്കുന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കാനും മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനലിൽ പോയി അവിടെ നിന്നും കാണാവുന്നതാണ് ആ വീഡിയോസ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിന്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പം നമുക്കവിടെ പറയുന്നത് ഒരു മെറ്റാലിക് സ്പിയർ, ആ സ്പിയറിന്റെ റേഡിയസ് 13 സെന്റിമീറ്റർ ആണ്. അതിനെ മെൽറ്റ് ചെയ്താണ് ഒരു കോൺ ഉണ്ടാക്കുന്നത്. ആൻഡ് ആ കോണിന്റെ ഡയമീറ്റർ 13 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ കോണിന്റെ ഹൈറ്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം സ്പിയറിന്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേനും അതെന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ്. ആർ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി 13 തന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് 13ന്റെ ക്യൂബ് എന്ന് ഡയറക്റ്റ്ലി അങ്ങ് എടുക്കാം. ഇനി ഇതിനെ മെൽറ്റ് ചെയ്തിട്ടാണ് എന്ത് ഉണ്ടാക്കുന്നത്? ഒരു കോൺ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോണിന്റെ വോളിയം ഈ സ്പിയറിന്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ കോണിന്റെ വോളിയത്തിലേക്ക് പോവുകയാണെങ്കിൽ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ്. ഇപ്പൊ ഇവിടുത്തെ കേസിൽ നമ്മുടെ ഡയമീറ്റർ ആണ് തന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്. 13/2 എന്ന് എടുക്കാം. സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് ഒരു വട്ടം കൂടി അതിനെ എഴുതാം. 13/2 ഇൻറ്റു ഹൈറ്റ്. ആ ഹൈറ്റ് ആണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. സോ ഇതൊന്ന് സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഹൈറ്റിന്റെ വാല്യൂ കിട്ടും. നമുക്ക് ഇതിനെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ആദ്യം പൈയും 3യും ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിന്നും പൈയും 3യും ക്യാൻസൽ ചെയ്യാം. ഇവിടെ നിന്ന് 13ന്റെ ക്യൂബ് ആണ് ആൻഡ് ഇവിടെ 13ന്റെ സ്ക്വയർ ഉണ്ട്. സോ ആ ഒരു സ്ക്വയർ രണ്ട് സൈഡിലെയും സ്ക്വയർസ് ക്യാൻസൽ ചെയ്യാം. സോ ഓൾമോസ്റ്റ് എല്ലാം ക്യാൻസൽ ആയി. നമുക്ക് ഇനി ബാക്കി റിമൈനിങ് ഉള്ള ടേംസിനെ മാത്രം ഒന്ന് ഒരുമിച്ചെടുക്കാം. സോ റിമൈനിങ് ഉള്ളത് ഇവിടെ ഒരു 13/4 ഉണ്ട്. സോ നമുക്ക് h ഈക്വൽ ടു 13/4 ഇൻറ്റു ഇവിടെ നമുക്ക് താഴെ 2 2 ഉണ്ട്. സോ 2 × 2 4. അപ്പം വളരെ പെട്ടെന്ന് ആൻസർ എക്സാമിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഫുള്ള് ഇരുന്ന് സോൾവ് ചെയ്യില്ല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് 4 × 4 16 ആണ്. 16 എന്ന് പറയുമ്പോൾ അവസാനം 6 × 3 എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് 18 എന്ന് വരും. 6 × 3 എന്ന് പറയുമ്പോൾ നമുക്കത് 18 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? 8 ആയിരിക്കണം. ഓപ്ഷനിലേക്ക് വന്നാൽ അവസാനത്തെ ഡിജിറ്റ് 8 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, 208. സോ അതായിരിക്കും ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസിനെ മാർക്ക് ചെയ്യേണ്ടത്. ഇതിന് മുമ്പുള്ള സെഷൻസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആൻഡ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ദാറ്റ് നമ്മൾ എങ്ങനെയാണ് എക്സാമിലെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്, റാദർ ദാൻ അതിന്റെ യൂഷ്വൽ കൺവെൻഷണൽ മെത്തേഡ്സ് വിട്ടിട്ട്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 13 ഇൻറ്റു ആ 4 × 4 16 ആൻഡ് 13 × 16 എന്ന് പറയുമ്പോൾ 208 എന്ന് വരും. സോ ആൻസർ 208 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ ഹൈറ്റിന്റെ വാല്യൂ. ആൻഡ് അത് ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ ആൻസർ എടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. നമുക്ക് അടുത്തതൊരു ട്രിഗ്നോമെട്രിയിലെ ക്വസ്റ്റൻ ആണ്. ആൻഡ് വളരെയധികം നമ്മുടെ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് റിപ്പീറ്റഡ്ലി എക്സാം, അതിന് മുമ്പായാലും ശരി, ഈവൻ റിപ്പീറ്റഡ്ലി നമ്മുടെ ട്രിഗ്നോമെട്രിയിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ ആണ് എന്ന് തന്നെ പറയാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഇഷ്ടം പോലെ നമുക്ക് എക്സാമിൽ CGL-ലും CHS-ലും ഒക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതിനെ എപ്പോഴും അപ്രോച്ച് ചെയ്യേണ്ട രീതിയും സെയിം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഇതേപോലെ ടാൻ ക്വസ്റ്റൻസ് യൂഷ്വലി 4 രീതിയിലാണ് തരുന്നത്. ഒന്നെങ്കിൽ സീക്ക് പ്ലസ് ടാൻ, അല്ലെങ്കിൽ സീക്ക് മൈനസ് ടാൻ, പിന്നെ ഒന്ന് കൊസീക് മൈനസ് കോട്ട്, അല്ലെങ്കിൽ കൊസീക് പ്ലസ് കോട്ട്. ഇങ്ങനെ 4 രീതിയിൽ മാത്രമാണ് ഈ ക്വസ്റ്റൻസ് തരുന്നത്. സോ ഈ ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി ചെയ്യേണ്ടത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എടുക്കണം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ സീക്കും ടാനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് c²θ. ഇപ്പൊ ഇവിടെ a എന്നാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് a എന്ന് എടുക്കാം. c²a മൈനസ് tan² ഈക്വൽ ടു 1 എന്നുള്ള ഫോർമുല എടുക്കണം. ഇനി ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും a² മൈനസ് b² ഫോർമാറ്റ് ആണ്. സോ a² മൈനസ് b² എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ആണ്. സോ അങ്ങനെയെങ്കിൽ ck മൈനസ് tan a ഇൻറ്റു sec a പ്ലസ് tan a.
ഈക്വൽ ടു 1 ആൻഡ് എക്സാമിൽ എപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തരുന്നത്. അപ്പൊ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞ സി കെ മൈനസ് ടാനെ അല്ലെങ്കിൽ സി കെ പ്ലസ് ടാനെ നമുക്ക് തരും എന്ന് പറഞ്ഞ് ഇപ്പൊ ക്വസ്റ്റിൽ നോക്കിയാൽ കാണാം നമുക്ക് സി കെ പ്ലസ് ടാനെ നമുക്ക് തന്നിട്ടുണ്ട് 7 ആണെന്ന്. എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ 7 ആണ്. ഈ പോർഷൻ 7 ആണെങ്കിൽ ഈ ഒരു പോർഷന്റെ വാല്യൂ എന്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ 1 വരത്തുള്ളൂ? നമുക്കിവിടെ 1/7 വന്നാൽ മാത്രമേ 1/7 ഇൻറ്റു 7 1 വരത്തുള്ളൂ. സോ എപ്പോഴും എക്സാമിൽ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഈ ഒരു നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അത് അതേപോലെ തന്നെ എടുക്കുക ആൻഡ് അതിനെ ഒന്ന് ഓർഡറിൽ എടുക്കാൻ നോക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ സി കെ പ്ലസ് ടാനെ എന്ന് നമ്മൾ എടുക്കുക ഈക്വൽ ടു 7 എന്ന് തന്നേക്കുന്ന എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുക, ഇതിന് തന്നെ നെഗറ്റീവ് ഫോർമാറ്റും എടുക്കുക. സി കെ മൈനസ് ടാനെ ഈക്വൽ ടു ഈ തന്നേക്കുന്ന വാല്യൂ എന്താണെങ്കിലും അതിന്റെ ഇൻവേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ കേസിലാണ് ഈ 1/7 എടുക്കുക. അതാണ് നമുക്ക് ഇതാ ഇവിടെ കിട്ടിയേക്കുന്ന 1/7 എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, സാധാരണ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ, രണ്ട് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ അതിനെ സോൾവ് ചെയ്യുക. സോ ഇവിടുന്ന് ഇതും ക്യാൻസൽ ആവും. നമുക്ക് ഇവിടുന്ന് 2 സീക്ക് എ ഈക്വൽ ടു 7 പ്ലസ് 1/7 എന്ന് പറയുമ്പോൾ അത് 50/7 എന്ന് വരും. അപ്പോൾ 50/7 നമുക്ക് മേളത്തെ 50 ഈ 2 കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് 25 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് സീക്ക് എ ഈക്വൽ ടു 25/7 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ട്രിപ്ലറ്റ് വാല്യൂസ് എഴുതിയെടുക്കാൻ പറ്റും. നമുക്കറിയാം സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ബൈ അഡ്ജസന്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രിപ്ലറ്റ് വാല്യൂസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്ലറ്റ് വാല്യൂ എന്ന് പറയുന്നത് 24, 7, 25 എന്ന് വരും. നമ്മുടെ ഓപ്പോസിറ്റ് അഡ്ജസന്റ് ഹൈപ്പോട്ടനസ്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താ, 5 sin A ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം sin A എടുക്കാം. sin A എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 24, ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 25. ഇനി ചോദിച്ചേക്കുന്നത് ഇപ്പം പറഞ്ഞ പോലെ തന്നെ 5 sin A ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 5 കൂടി ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവിടെയും സൈഡിൽ ഇൻറ്റു 5 ചെയ്യുവാണെങ്കിൽ 5ഉം 25ഉം ക്യാൻസൽ ചെയ്ത് താഴെ 5 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 5 sin A യുടെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 24/5 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. 20 ഇവിടെ ചോദിച്ചിരിക്കുന്ന ഇതിന്റെ വാല്യൂ 24/5 എന്ന് വരും. സോ ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ 24/5 ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്നത് 24/5. ക്ലിയർ? അപ്പോൾ മറന്നുപോലെ ഈ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് എക്സാമിൽ എപ്പോഴും ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസിനെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. എക്സാംസിൽ നമുക്ക് അവിടെ കുറെ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അടുത്ത ഫ്രം ദി ഫോളോയിങ് ഫിഗർ ഫൈൻഡ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. സോ ഈസി ക്വസ്റ്റൻ ആണ്. നമ്മുടെ എക്സ്റ്റേണൽ ആംഗിൾ തിയറം, നമ്മുടെ ട്രയാങ്കിളുടെ കേസിലുള്ള ഒരു എക്സ്റ്റീരിയർ ആംഗിൾ തിയറം യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആൻസർ എടുക്കാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഇതൊരു ട്രയാങ്കിൾ എ ബി സി ആണെങ്കിൽ നമ്മുടെ ഇവിടെ എക്സ്റ്റീരിയർ ആംഗിൾ സി എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മുടെ ഓപ്പോസിറ്റ് ടു ഇന്റീരിയർ ആംഗിൾസ് ആയിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ സി എന്ന് പറയുന്നത് ഇന്റീരിയർ ആംഗിൾ എ പ്ലസ് ബി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതേ സെയിം കൺസെപ്റ്റ് ഇവിടെ ഒന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ട്രയാങ്കിൾ നമുക്ക് ഈ എ ബി ഡി എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇതെന്ന് പറയുന്ന ഇസഡും ആൻഡ് ഇവിടുത്തെ ഇതെന്ന് പറയുന്ന എക്സ് പ്ലസ് വൈയും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിളുടെയും സം ആയിരിക്കണം ഏതെന്ന് പറയുന്നത് ഈ പുറത്തുള്ള 120 എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, 120 ആയിരിക്കും. സോ ഓപ്ഷൻ ബി 120 ആണ് ആൻസർ. സോ പെനി പേപ്പർ ഇല്ലാതെ തന്നെ നമുക്ക് ചുമ്മാ നോക്കി ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ തിയറത്തിന്റെ ബേസിക് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നാൽ മാത്രം മതി. ആൻഡ് ട്രയാങ്കിൾ അറിയാവുന്ന ഏതൊരാൾക്കും, ട്രയാങ്കിളുടെ ബേസിക് പ്രോപ്പർട്ടീസ് അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷെ അത് ആ ഫിഗർ കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കി പെട്ടെന്ന് എടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇല്ലെങ്കിൽ ഒരുപാട് ലെന്തി ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ 60 വരും. അങ്ങനെയാണെങ്കിൽ ഈ 60 ഈ 110 കൂടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ 10 വരും. അതിനുശേഷം പിന്നെ ഈ 110ഉം ഈ എക്സും ഇസഡും സെയിം ആണ്. അങ്ങനെ 110 പ്ലസ് 10 നമുക്ക് 120 എന്ന് വരും. അപ്പൊ അത്രയും കടന്ന് ചുറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ചുമ്മാ ഈ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം യൂസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. ആൻഡ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാൻ നമുക്ക്. അടുത്ത എഗെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ പെർസെൻറ്റേജിന്റെ ചാപ്റ്ററിൽ നിന്ന് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന, എക്സാംസിൽ വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട്, ഇൻഫാക്ട് എല്ലാ എക്സാംസിലും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന നമ്മുടെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സിന്റെ ക്വസ്റ്റൻ ആണ് ആ തന്നിരിക്കുന്നത്. അതിന്റെ ഒരു സെക്കൻഡ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. നമുക്കത് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പല സെഷൻസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അത് ഇവിടെ പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ എക്സ്പെൻഡിച്ചർ ടു സേവിങ്സ് ഓഫ് എ വുമൺ ഈസ് 5:1. അപ്പൊ അവർ തന്നെ നമുക്ക് അത് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കായിട്ട് അത് എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മുടെ ഷോർട്ട് കട്ടിന്റെ അകത്ത് വരുന്ന ആ ഒരു ഇത് അവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് റേഷ്യോ 5:1 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ 5 എന്ന് പറയാം. ഇനി അവിടെ പറയുന്നത് നമ്മുടെ ഇൻകം ഇൻക്രീസ് ആകുന്നത്, ഇൻകത്തിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്ന 10%, ആൻഡ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന, അത് കാരണം എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ സേവിങ്സിൽ വരുന്ന ആ വേരിയേഷൻ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ആണ് വരുന്നത്, ആ പെർസെൻറ്റേജ് ചേഞ്ച് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ ഷോർട്ട് കട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഷോർട്ട് കട്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, നേരത്തെ സെഷൻ കണ്ടിട്ടുള്ളവർക്ക് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് പ്ലസ് 1 ഇൻറ്റു ഇൻകത്തിൽ വരുന്ന ഇൻക്രീസ് മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഇൻക്രീസ് ഈക്വൽ ടു സേവിങ്സിൽ വരുന്ന ഇൻക്രീസിന്റെ പെർസെൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് അവരൊന്നും തന്നിട്ടുണ്ട് 5 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 5 + 1 നമുക്ക് 6 എന്ന് വരും. സോ 6 ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്, മൈനസ് എക്സ്പെൻഡിച്ചർ ബൈ സേവിങ്സ് ഓൾറെഡി 5 തന്നിട്ടുണ്ടായിരുന്നു, ഇൻറ്റു എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഇൻക്രീസ് 20. അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു 10 60 മൈനസ് 5 ഇൻറ്റു 10 100. സോ ഇവിടെ നമുക്ക് വരുന്ന പെർസെൻറ്റേജ് വേരിയേഷൻ എന്ന് പറയുന്നത് 40% വേരിയേഷൻ ആണ് വരുന്നത്. കൂടുന്നതായാലും കുറയുന്നതായാലും പ്ലസ് ആയാലും മൈനസ് ആയാലും 40% വേരിയേഷൻ ആണ് വരുന്നത്. സോ ആൻസർ 40 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പോൾ 60 മൈനസ് 100 നമുക്ക് -40 എന്ന് വരും. എനിവേസ് അവർ ചോദിച്ചേക്കുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് എന്താണെന്ന് ചോദിച്ചുള്ളൂ. സോ ചേഞ്ച് ഇസ് 40%. ആൻഡ് ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാൻ, ആൻഡ് അഗെയിൻ നമ്മുടെ സീജലിലേക്കൊക്കെ വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിലെ റിമൈൻഡർ തിയറത്തിന്റെ ക്വസ്റ്റൻ ആണ് അത് ചോദിച്ചിരിക്കുന്നത്, റിമൈൻഡർ തിയറം. സോ വളരെ പെട്ടെന്ന് നമുക്ക് അതിനെ ഒന്ന് സോൾവ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് വിൽ ബി ദ റിമൈൻഡർ വെൻ 27 raised to 27 plus 27 ഈസ് ഡിവൈഡഡ് ബൈ 28. നമ്മൾ റിമൈൻഡർ തിയറത്തിന്റെ കൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 27 raised to 27നെ 28 മൈനസ് 1 എന്ന് എടുക്കാൻ, 27നെ raised to 27 plus 27 ഡിവൈഡഡ് ബൈ 28. സോ 28നെ നമ്മൾ 28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. -1നെ നമ്മൾ 28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എന്ത് തന്നെ ആയിരിക്കും, -1 തന്നെ ആയിരിക്കും. ആൻഡ് -1ന്റെ പവർ നമുക്ക് തന്നേക്കുന്നത് 27 തന്നേക്കുന്നത് ഓഡ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ -1ന്റെ പവർ ഓഡ് ആണെങ്കിൽ എന്ത് തന്നെ വരും, -1 തന്നെ വരും. ഇനി പ്ലസ് 27നെ 28 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 28നേക്കാളും ചെറിയൊരു നമ്പർ ആണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ 27 തന്നെ ആയിരിക്കും വരുന്നത്. സോ ഇവിടെ നമുക്ക് ഫൈനലി വരുന്ന -1ന്റെ പവർ ഓഡ് ആണെങ്കിൽ -1 വരും, ആൻഡ് പ്ലസ് 27. സോ -1 പ്ലസ് 27 നമുക്ക് 26 എന്ന് വരും. സോ ആൻസർ 26 ആണ്. അത്യാവശ്യം നോക്കി പറയാൻ പറ്റും. റിമൈൻഡർ തിയറം നല്ലപോലെ അറിയാവുന്ന ഒരാളാണെങ്കിൽ വളരെ പെട്ടെന്ന് ചുമ്മാ നോക്കി തന്നെ ആൻസർ പറയാൻ പറ്റും. 26 ആ വരുന്നത്. ബട്ട് അതർവൈസ് റിമൈൻഡർ തിയറത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻ വളരെ നോർമൽ ആയിട്ട് എടുക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കത്തില്ല. നിങ്ങൾക്കും അറിയാം 27ന്റെ പവർ 27 എടുക്കുന്നത് പോസിബിൾ അല്ല എക്സാമിൽ ഇരുന്നുകൊണ്ട്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ സീജകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്ത 5 ക്വസ്റ്റ്യനും. ആൻഡ് ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. ലൈക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട്സും പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് ഒരു കൈൻഡ് ഓഫ് റിവിഷൻ കൂടിയായി ഈ ഒരു സെഷൻ നമ്മൾ ചെയ്തപ്പോഴത്തേന്. സോ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന സീജൽ പോലത്തെ എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു. സോ എല്ലാവർക്കും എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്ന സെഷൻസിൽ നമ്മൾ കൂടുതൽ ഇതിന്റെ റിമൈനിങ് സീജലിന്റെ ക്വസ്റ്റൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പുള്ള സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയി ഡയറക്റ്റ്ലി പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് ഫുൾ ഒരുമിച്ച് കാണാവുന്നതാണ്. ബിക്കോസ് എല്ലാം പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. സെഷൻ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാതിരിക്കുന്ന സെഷൻസ് ഒന്നും തന്നെ മിസ്സാവാതിരിക്കാനും വരാതിരിക്കുന്ന എല്ലാ എക്സാംസ് ലൈക്ക് റെയിൽവേ ആയാലും ശരി, GD ആയാലും ശരി, NTPC ആയാലും ശരി, അതേപോലെ റെയിൽവേയുടെ എക്സാംസ് ആൻഡ് സീജൽ പോലത്തെ എല്ലാ എക്സാംസിന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അത് കണ്ടുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ വരുന്ന സെഷൻസിൽ ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.